നമസ്കാരം ബ്രഹ്മ ന്യൂസിലേക്ക് സ്വാഗതം. അന്തരിച്ച കേരള കോൺഗ്രസ് എം ചെയർമാനും മുൻ മന്ത്രിയുമായിരുന്ന കെ.എം. മാണിയുടെ മരണവാർത്ത നൽകിയ ഹിന്ദി പത്രത്തിനെ പറ്റി അബദ്ധം വലിയ ചർച്ചയാകുന്നു. മാണിക്ക് പകരം വൈദ്യുതി മന്ത്രി എം.എം. മണിയുടെ ചിത്രം നൽകിയാണ് പത്രം റിപ്പോർട്ട് നൽകിയത്. വാർത്തയുടെ ചിത്രം സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുകയാണ്. കേരളത്തിന്റെ മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായിരുന്ന കെ.എം. മാണി അന്തരിച്ചു എന്ന് എം.എം. മണിയുടെ ചിത്രമടക്കമാണ് വാർത്ത കൊടുത്തിരിക്കുന്നത്. മരിക്കുമ്പോൾ 86 വയസ്സായിരുന്നു എന്നും മുൻ മന്ത്രി ആയിരുന്നു എന്നൊക്കെ കൃത്യമായി റിപ്പോർട്ട് ചെയ്ത പത്രത്തിന് പക്ഷേ ചിത്രം തെറ്റിപ്പോയി. പത്രം ഏതാണെന്ന് ഇതുവരെയും വ്യക്തമായിട്ടില്ല. പാലായിലെ കരിങ്ങോഴയ്ക്കൽ വീട്ടിലാണ് കെ.എം. മാണിയുടെ സംസ്കാര ചടങ്ങുകൾ നടന്നത്. പൊതുദർശനത്തിന് വെച്ച ശേഷമായിരുന്നു സംസ്കാര ചടങ്ങുകൾ. പാലാ കത്തീഡ്രൽ ദേവാലയത്തിലാണ് സംസ്കാരം. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു മാണിയുടെ അന്ത്യം. അനേകം പാർട്ടി പ്രവർത്തകർക്ക് പുറമെ മുന്നണി കക്ഷിഭേദമില്ലാതെ അനേകരാണ് മാണിയെ യാത്രയാക്കാൻ എത്തിയത്. എറണാകുളത്തെ സ്ഥാനാർത്ഥികളും പ്രചരണം നിർത്തിവെച്ച് സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു. മാണി എന്ന തങ്ങളുടെ പ്രിയ നേതാവിനെ നേരിട്ടറിയാവുന്ന പാലാക്കാർക്ക് വിശ്വസിക്കാനാവുന്നില്ല അദ്ദേഹത്തിന്റെ അപ്രതീക്ഷിത വേർപാട്. കാൽക്കൽ പുഷ്പങ്ങൾ അർപ്പിച്ചും തൊട്ടുതൊഴുതും വിതുമ്പിക്കരഞ്ഞും നിരവധി പേരാണ് അദ്ദേഹത്തിന്റെ സമീപത്തേക്ക് എത്തിയത്. കക്ഷി സജിത് കുമാർ അമ്മണിപ്പിള്ള, എതിർകക്ഷി കാന്തി ശിവദാസൻ. Come to a life in the midst of nature. Presenting Raindrops at Kakinad. Kesadal Developers. Stay happy.